നമസ്കാരം. ലോകകപ്പിൻ്റെ നോക്കൌട്ട് സ്റ്റേജിലെ ആദ്യ അംഗത്തിൽ കരുത്തരായ ജപ്പാനെ കഷ്ടിച്ച് മറികടന്ന ബ്രസീൽ ഇന്ന് രാത്രി വീണ്ടും ഒരു അഗ്നി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ യൂറോപ്യൻ വൻമതിൽ തീർക്കുന്ന നോർവേയാണ് ഇത്തവണ ബ്രസീലിൻ്റെ എതിരാളികൾ. 5 തവണ ലോക കിരീടം ചൂടിയ ചരിത്രമുണ്ടെങ്കിലും ബ്രസീൽ ഫുട്ബോളിന് ഇന്നും നോർവേ എന്നത് ഒരു തീരാശാപമാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ നോർവേ ഒരു മത്സരത്തിൽ പോലും തോൽപ്പിക്കുവാൻ കാനഡപ്പടയ്ക്ക് സാധിച്ചിട്ടില്ല. 4 തവണ നേർക്കുനേർ വന്നപ്പോൾ 2 തവണ നോർവേ ജയിച്ചപ്പോൾ ശേഷിച്ച 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ചരിത്രത്തിലെ ആ കറുത്ത അധ്യായം തിരുത്തിക്കുറിച്ചുകൊണ്ട് ആത്മാഭിമാനം വീണ്ടെടുക്കാനാണ് കാർലോ ആൻസലോട്ടിയും സംഘവും ഇന്ന് ബൂട്ട് കെട്ടുന്നത്. ഈ മത്സരത്തിന് പിന്നിൽ 28 വർഷം പഴക്കമുള്ള ഒരു കണ്ണീരിൻ്റെ കഥ പോലുമുണ്ട്. 1998 ഫ്രാൻസ് ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായി എത്തിയ ബ്രസീൽ ആദ്യ 2 മത്സരങ്ങളും ജയിച്ച് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ നോർവേക്കാകട്ടെ ടൂർണമെൻറ്റിൽ ജീവൻ നിലനിർത്താൻ ആ മത്സരം ജയിക്കണമായിരുന്നു. മത്സരത്തിൻ്റെ 78-ാം മിനിറ്റിൽ ബെബറ്റോയിലൂടെ ബ്രസീൽ മുന്നിലെത്തിയപ്പോൾ വിജയം ഉറപ്പിച്ചതാണ്. എന്നാൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കളി അവസാനിക്കാൻ 7 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ടോറെ ആൻഡ്രോ ഫ്ലോയിലൂടെ നോർവേ സമനില പിടിച്ചു. തൊട്ടു പിന്നാലെ 89-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കൃത്യമായി വലയിലെത്തിച്ച് കെറ്റിൽ റഗ്ദാൽ നോർവേക്ക് ചരിത്ര വിജയം സമ്മാനിക്കുകയാണ്. റൊണാൾഡോയും റിവോൾഡോയും റോബർട്ടോ കാർലോസും ദുങ്കയും അടങ്ങുന്ന ബ്രസീലിൻ്റെ സുവർണ്ണ തലമുറ കണ്ണീരോടെയാണ് അന്ന് കളം വിടുന്നത്. ലോകകപ്പ് ചരിത്രത്തെ ഏറ്റവും വലിയ അട്ടിമറികളൊന്നായി ആ മത്സരം ഇന്നും അവശേഷിക്കുന്നുണ്ട്. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ബ്രസീൽ നേരിടുന്ന വെല്ലുവിളി അതിലും വലുതാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡാണ് ഇന്ന് നോർവേയുടെ മുൻനിരയെ നയിക്കുന്നത്. ടൂർണമെൻറ്റിൽ 3 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ നേടിക്കഴിഞ്ഞ ഹാലൻഡിനെ പൂട്ടുക എന്നത് ബ്രസീലിയൻ പ്രതിരോധത്തിന് കടുത്ത പരീക്ഷണമായിരിക്കും. പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നതിന് മുൻപ് ഐവറി കോസ്റ്റിനെ തകർത്ത ആത്മവിശ്വാസവും നോർവേക്കുണ്ട്. എങ്കിലും ജപ്പാനെതിരെ ആദ്യ ഗോൾ വഴങ്ങിയ ശേഷം ശക്തമായി തിരിച്ചടിച്ച ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ ഫോം ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ടൂർണമെൻറ്റിലുടനീളം ബ്രസീൽ പുലർത്തുന്ന ഈ വീറും വാശിയും തന്നെയാണ് ഇന്നവരെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി. കളിയിൽ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങുന്ന ടീമുകളാണ് പലപ്പോഴും കിരീടത്തിലേക്ക് എത്താറുള്ളത്. റയൽ മാഡ്രിഡിൽ തനിക്ക് പരിചിതനായ കോച്ച് ആൻസലോട്ടിയുടെ കീഴിൽ വിനീഷ്യസ് ജൂനിയർ തന്നെയാകും ഇന്നും ബ്രസീലിൻ്റെ പ്രധാന ആയുധം. വിനീഷ്യസിന് തൻ്റെ സ്വാഭാവിക കളി പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ ബ്രസീലിന് കിരീടം വരെ നേടാനാകുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. പരിക്കിൻ്റെ പിടിയിലായിരുന്ന വിങ്ങർ റാഫീഞ്ഞ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തത് ബ്രസീൽ ക്യാമ്പിൽ ആശ്വാസം പകരുന്നുണ്ട്. എങ്കിലും മധ്യനിര താരം ലൂക്കാസ് പക്വേജയുടെ പരിക്ക് ആശങ്കയാണ്. സൂപ്പർ താരം നെയ്മർ ഇതുവരെ 14 മിനിറ്റ് മാത്രമാണ് കളിച്ചത്. എങ്കിലും ഏത് നിമിഷവും കളി മാറ്റാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ടീമിന് നൽകുന്ന മാനസികമായ ഊർജ്ജം ചെറുതല്ല. ഇന്ന് നോർവേയുടെ പ്രതിരോധ കോട്ട തകർത്ത് വിജയം വരിക്കാനായാൽ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടോ മെക്സിക്കോയോ ആകും ബ്രസീലിൻ്റെ എതിരാളികൾ. എന്നാൽ കാനറിപ്പടയുടെ ചിന്തകളിൽ ഇപ്പോൾ ആ വലിയ മത്സരമില്ല. ലോകകപ്പിൻ്റെ വലിയ വേദിയിൽ തങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നോർവേയോടുള്ള ആ പഴയ ശാപമോക്ഷം തീർക്കുക എന്നത് മാത്രമാണ് അവരുടെ ഏക ലക്ഷ്യം. സാമ്പാ നൃത്തത്തിൻ്റെ താളവുമായി ബ്രസീലിയൻ പടയാളികൾ ഇന്ന് മൈതാനത്തിറങ്ങുമ്പോൾ ചരിത്രം തിരുത്തപ്പെടുമെന്ന കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വരുന്ന ആരാധകർ. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ സിറ്റിയിലെ ഐതിഹാസികമായ അസ്തേക്ക സ്റ്റേഡിയത്തിൻ്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തോമസ് ടുഷൽ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ പൊതിയുന്നത് കേവലം ഒരു മത്സരത്തിൻ്റെ സമ്മർദ്ദമായിരിക്കില്ല, മറിച്ച് ഫുട്ബോൾ ചരിത്രത്തിൻ്റെ അതിഭീമമായ ഭാരമായിരിക്കും. നാടകീയതയും അപ്രതീക്ഷിത സംഭവങ്ങളും നിറഞ്ഞ ഈ ലോകകപ്പിലുടനീളം തൻ്റെ കളിക്കാരോട് ടുഷൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. വലിയ വേദികളിൽ അമിതമായി ഒന്നും ചെയ്യേണ്ടതില്ല എന്നും സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്നുമാണ് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ച് പോകുന്നത്. സാധാരണ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മറ്റേത് എതിരാളികളെക്കാളും മികച്ചവരാണ് തങ്ങളെന്ന ഇംഗ്ലണ്ടിൻ്റെ ആത്മവിശ്വാസമാണത്. എന്നാൽ ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ സഹ ആതിഥേയരായ മെക്സിക്കോയെ അവരുടെ സ്വന്തം തട്ടകത്തിൽ നേടാൻ ഒരുങ്ങുമ്പോൾ ഇവിടെ യാതൊന്നും തന്നെ സാധാരണമായ നിലയിലല്ല. വലതുപക്ഷ പ്രതിരോധ നിരയിലെ പാളിച്ചകൾ ഉൾപ്പെടെ ഇംഗ്ലണ്ട് ടീമിനെ അലട്ടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്കും അപ്പുറം ഈ മത്സരത്തിൻ്റെ സമയക്രമം പോലും വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കളി നടക്കേണ്ട കൃത്യമായ സമയത്തെ ചൊല്ലി അവസാന നിമിഷം വരെ നീണ്ടുനിന്ന ആശയക്കുഴപ്പങ്ങൾ ടുഷലിനും സംഘത്തിനും തങ്ങളുടെ യാത്രാ പദ്ധതികളും തന്ത്രങ്ങളും എന്തിന് കളിക്കാർ എപ്പോൾ ഉറങ്ങണം എന്നതുപോലെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ പോലും വീണ്ടും മാറ്റിയെഴുതാൻ കാരണമായി. ഇതിനെല്ലാം ഉപരിയായി മെക്സിക്കോയിലെ കഠിനമായ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവുമായി പൊരുത്തപ്പെടുക എന്ന ശാസ്ത്രീയവും മാനസികവുമായ വെല്ലുവിളിയാണ് ഇംഗ്ലണ്ടിന് മുന്നിലുള്ളത്. ഇവിടുത്തെ അന്തരീക്ഷം
മെക്സിക്കോയ്ക്ക് നൽകുന്ന ആനുകൂല്യം ചെറുതല്ല. ഫുട്ബോൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വികാരങ്ങൾക്കും ചരിത്രങ്ങൾക്കും സാക്ഷ്യം വഹിച്ച അസ്തേക്കയിലെ പുൽമൈതാനം കളിക്കാരുടെ പ്രകടനത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ പോകുന്നതാണ്. പെലെയും ഡീഗോ മറഡോണയും തങ്ങളുടെ കരിയറിൻ്റെ സുവർണ സിംഹാസനം തീർത്ത, ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കാൽപന്ത് നാടകങ്ങൾക്ക് വേദിയായ അതേ മണ്ണിലാണ് ഇംഗ്ലണ്ട് ഇന്ന് ബോട്ട് കെട്ടുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അസ്തേക്ക എന്നത് കേവലം ഒരു സ്റ്റേഡിയമല്ല, മറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു നോവ് കൂടിയാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതി എന്ന് വിശേഷിപ്പിക്കാവുന്ന മറഡോണയുടെ ദൈവത്തിൻ്റെ കൈ എന്ന ഗോളിന് ഇംഗ്ലണ്ട് ഇരയായത് ഇതേ മണ്ണിലാണ്. എങ്കിലും ഈ മത്സരത്തിൻ്റെ ആത്മീയവും വൈകാരികവുമായ വശങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ടുഷൽ ശ്രമിക്കുന്നത്. മെക്സിക്കോയിൽ വെച്ച് മെക്സിക്കോയുമായി കളിക്കുക എന്നത് ഒരു ഇതിഹാസ തുല്യമായ അനുഭവമാണെന്ന് അദ്ദേഹം പറയുമ്പോഴും യാഥാർത്ഥ്യം കടുത്ത സമ്മർദ്ദത്തിൻ്റെതാണ്. ഇംഗ്ലണ്ട് പ്രതിസന്ധികൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്രത്തോളം കഠിനമായ ഒന്നിനെ അവർ ഭാവനയിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല. ഒരു വലിയ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനതയുടെ മുഴുവൻ ഊർജ്ജത്തോടും പ്രാർത്ഥനകളോടും എതിരിട്ടാണ് അവർക്കിന്ന് ജയിക്കേണ്ടത്. മെക്സിക്കോ സിറ്റിയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ മുതൽ ഈ മത്സരത്തിൻ്റെ ആവേശം വായുവിൽ പോലുമുണ്ട്. യാത്രക്കാരെ യാത്രയാക്കുന്ന വിമാനയാത്രക്കാർ മുതൽ അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ വരെ ഒരേ സ്വരത്തിൽ മെക്സിക്കോയുടെ വിജയത്തിനായി തുടിക്കുന്ന നെഞ്ചകത്തോടെയാണ് സംസാരിക്കുന്നത്. ഇക്വഡോറിനെ തകർത്ത ആത്മവിശ്വാസത്തിൽ വരുന്ന മെക്സിക്കൻ പടയാളികൾ ഈ മത്സരത്തിനായി അത്രമേൽ കൊതിച്ചിരിക്കുകയാണ്. ടൂർണമെൻറ്റിലുടനീളം ഇംഗ്ലണ്ടിൻ്റെ കളി മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മെക്സിക്കോ ഓരോ മത്സരം കഴിയുന്തോറും കൂടുതൽ ശക്തരായി മാറുകയായിരുന്നു. എറിക് ലിറ, ലൂയിസ് റമോ, ഗിൽബർട്ടോ മോറോ, ജൂലിയസ് കുനോസ് തുടങ്ങിയ താരങ്ങളുടെ മികവിൽ രാജ്യം ഇന്ന് വലിയൊരു സ്വപ്നം കാണുകയാണ്. എങ്കിലും അവരുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഒരു കറുത്ത ഭയമുണ്ട്. ലോകകപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിനപ്പുറം ഇന്നേ വരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചരിത്രപരമായ ശാപമാണത്. തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഈ അവസാനത്തെ ലോകകപ്പ് മത്സരത്തിന് ഒരു രാജകീയ യാത്രയപ്പ് നൽകാൻ അവർ ആഗ്രഹിക്കുന്നു. മറുവശത്ത് ഇംഗ്ലണ്ടിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മെക്സിക്കോ സിറ്റിയിലെ വായുവിൻ്റെ കുറവാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2240 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അസ്തേക്കയിലെ കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം കളിക്കാരുടെ രക്തക്കുഴലുകളിൽ എത്തുന്ന ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയും അവരെ പെട്ടെന്ന് തളർത്തുകയും ചെയ്യും. ഇത് കേവലം കാണികളുടെ പിന്തുണ പോലെയുള്ള സാധാരണ ആനുകൂല്യമല്ല, മറിച്ച് എതിരാളികളുടെ ശരീരത്തെ ശാരീരികമായി തന്നെ തളർത്തുന്ന പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഇതിനോട് പൊരുത്തപ്പെടാൻ കുറഞ്ഞത് 10 ദിവസത്തെ വിശ്രമം ആവശ്യമാണെങ്കിലും ഈ ലോകകപ്പിൻ്റെ തിരക്കിനിടയിൽ അതിന് ആർക്കും സമയം ലഭിക്കില്ല. ഈ കടുത്ത പ്രതിസന്ധിയിലും ഡിക്ലാൻ റൈസും ബുക്കായും സാക്കയും ഉൾപ്പെടുന്ന തൻ്റെ പ്രധാന നിരയെ വെച്ച് തന്നെ തന്ത്രങ്ങൾ മെനയാണ് ടുഷലിൻ്റെ ശ്രമം. സ്വാഭാവികമായ വേഗതയിലോ തീവ്രതയിലോ കളിക്കാൻ ഇംഗ്ലണ്ടിന് ഇന്ന് കഴിയില്ലായിരിക്കും. ഒരുപക്ഷെ സുന്ദരമായ ഫുട്ബോളിനേക്കാൾ ഇന്നവർക്ക് പ്രധാനം അതിജീവനമായിരിക്കും. എങ്കിലും അസ്തേക്കയുടെ മണ്ണിൽ മെക്സിക്കോയ്ക്കെതിരെ ഒരു ലോകകപ്പ് പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആവേശം ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഏതൊരു കളിക്കാരനിലും ചോര തിളപ്പിക്കുന്നതാണ്. പ്രകൃതിയോടും ചരിത്രത്തോടും ഒരേ സമയം പോരാടി ഇംഗ്ലണ്ട് ഇന്ന് വിജയം കൈവരിക്കുമോ, അതോ അസ്തേക്കയുടെ മണ്ണ് മറ്റൊരു ഇംഗ്ലീഷ് കണ്ണീരിന് സാക്ഷിയാകുമോ എന്ന് കാത്തിരുന്നു കാണാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.